ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഹോച്ചിമിൻ സിറ്റിയൊക്കെ കറങ്ങി കണ്ട് നെക്സ്റ്റ് ഞങ്ങൾ പോയത് ദനാങ്ങിലോട്ടാണ്. ദനാങ്ങിൽ പോകാനായിട്ട് ഇൻ്റർണൽ ഫ്ലൈറ്റ് എടുക്കണം. അപ്പോൾ ദനാങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ കോസ്റ്റൽ സിറ്റിയാണ് ദനാങ്. ബ്യൂട്ടിഫുൾ ബീച്ചസ് മാത്രമല്ല, ഫേമസ് ആയിട്ടുള്ള ബാന ഹിൽസും ഗോൾഡൻ ബ്രിഡ്ജും ഒക്കെ ദനാങ്ങിലാണ്. എയർപോർട്ടിൽ നിന്ന് ദനാങ്ങിലോട്ട് പോകാൻ ഓൾമോസ്റ്റ് ഒരു 1 hour ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി അവിടെ നിന്നാണ് ടാക്സി ബുക്ക് ചെയ്തത്. പോകുന്ന വഴിക്ക് ഡ്രൈവറുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ പുള്ളിയുടെ ക്യാബ് തന്നെ നെക്സ്റ്റ് 3 daysനും ബുക്ക് ചെയ്തു. ഈ കാണുന്ന ബീച്ച് കണ്ടോ, ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നത്. റാഡിസൺ ബ്ലൂ ആണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ റൂം വ്യൂ എന്ന് പറയുന്നത് പാർഷ്യൽ ഓഷൻ വ്യൂ ആണ്. അപ്പോൾ റൂം ടൂറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം. ഒന്ന് ഫ്രഷായി ഞങ്ങൾ ഇറങ്ങി. ഹോയാനാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. എന്നിട്ട് നമ്മൾ ഞാൻ പറയും നമ്മൾ എവിടെയാ വന്നത്. പുള്ളിയുടെ പേരെന്താ? എവിടെ വന്ന പുള്ളിയുടെ പേര് കുറിച്ച് വാട്ട്സ് യുവർ നെയിം ബ്രോ? ഹലോ, you can call me Ricky. Yes. Ricky. Okay. Vietnam là my name Viet. Oh, Viet. Viet. Okay. You know Vietnam. Yeah, My name Viet. Oh, Viet. Viet. Oh, And you nice have name. English name also. English name Ricky. Nickname. Nickname. Oh, okay. വിയാനില്ല, വിയാൻ ബാക്കിലല്ലേ ഇതിന്റെ. കാണിച്ചിട്ട് ഇനി വിയാനെ. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. 2 സൈഡിലും നിറയെ റിസോർട്ട്സും നല്ല നല്ല ബിൽഡിങ്സും ഒക്കെ ആയിട്ട് റോഡൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള റോഡ്സ് ഒക്കെയാണ്. പിന്നെ ഒരു ലൊക്കേഷൻ എത്തിയപ്പോൾ ഈ കാണുന്നുണ്ടോ, നിറയെ മാർബിളിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു. ദനാങ്ങിൽ ഒരു മാർബിൾ മൗണ്ടൻ ഉണ്ട്. അപ്പോൾ അവർക്ക് മാർബിൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണെന്നാണ് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത്. ഉച്ചയോടുകൂടി ഞങ്ങൾ ഹോയാൻ സിറ്റിയിലെത്തി. അപ്പോൾ ആദ്യം ലഞ്ച് കഴിച്ചിട്ട് ബാക്കി ഇനി പരിപാടികളൊക്കെ നോക്കാമെന്ന് കരുതി ഞങ്ങളങ്ങനെ ഒരു ബീച്ച് സൈഡിലുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. നല്ല തണുത്ത ബീച്ച്, അതാണ് നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലേ ഈ തണുപ്പ്. അത് ബീച്ച് നമുക്ക് ചൂട് ചിന്തിക്കാൻ പറ്റുന്നത്. ഓ, എന്താ ഭംഗി നോക്ക്. നല്ല അടിപൊളി ബീച്ചും ബീച്ചിൻ്റെ ആയിട്ട് ചൂടുമില്ല. അതെ, ഇതാണ് നമ്മൾ സ്വപ്നം കണ്ട ശരി. ഈ റെസ്റ്റോറൻറ്റ് നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഭയങ്കര തണുപ്പാണ്. ശരിക്കും തണുത്ത ബീച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞങ്ങൾ ബീച്ച് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചൂടും അങ്ങനത്തെ ഒരു ഹ്യൂമിഡിറ്റി ആയിട്ടുള്ളൊരു ഏരിയ ആണല്ലോ. പക്ഷേ ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇതിൻ്റെ ഏരിയൽ വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണെന്ന്. റെസ്റ്റോറൻറ്റ് കാണാനുള്ള ഭംഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫുഡൊന്നും അത്ര പോരായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് ഫുഡിൻ്റെ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ കോക്കനട്ട് വില്ലേജിലോട്ടാണ് പോയത്. അവിടെ നമുക്ക് കൊറാക്കിൾ റൈഡൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോയിലൊക്കെ കാണാറില്ലേ ഈ കൊറാക്കിളിലിട്ട് ഇങ്ങനെ കറക്കുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവിടെ പോകാനായിട്ട്. അവിടെ കറക്കുന്ന എനിക്ക് പേടിയാവുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കൊറാക്കിൾസ് ഒക്കെ ഇങ്ങനെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കൊറാക്കിൾസ് ഒക്കെ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുന്ന കാണാൻ പറ്റും. ഞങ്ങളുടെ ഡ്രൈവർ തന്നെ അവിടെ ഉള്ളൊരു ഏജന്റിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഞങ്ങൾ ഹോയാൻ കോക്കനട്ട് കൊറാക്കിൾ റൈഡിന് വേണ്ടിയിട്ട് വന്ന്. ഇവിടെ ഭയങ്കര തണുപ്പ്, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഭയങ്കര നല്ല അടിപൊളി വെതർ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ കൊറാക്കിൾ വന്നു. അപ്പോൾ ഞങ്ങൾ ഒരു കൊറാക്കിളിൽ അവർ 2 പേരെ അലൗ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 കൊറാക്കിളാണ് ബുക്ക് ചെയ്തത്. നീ വരയ്ക്കും കാണ hold this. Yes, lovely. Bye. Bye. Thank you.
Yeah? Okay, yeah, sure. ഇന്ന് ഫുള്ള് ഞങ്ങൾ ഹോയാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഹോയാനിൽ ഫസ്റ്റ് ഞങ്ങൾ കോക്കനട്ട് വില്ലേജിൽ പോയിട്ട് കൊറാക്കിൾ റൈഡ്, കോക്കനട്ട് വില്ലേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ കൊറാക്കിൾ റൈഡിലാണ് ഒരു 45 മിനിറ്റ്സ് ഉള്ള റൈഡാണ്. ഫുള്ള് തിരക്കാം. Hello. നല്ല തിരക്കുണ്ട്. തിരിച്ചു വരുന്നു, നേരത്തെ പോയ ആൾക്കാർ തിരിച്ചു വരും. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിങ്ങനെ സൈഡിൽ ട്രാഫിക് ജാമിൽ പെട്ട് നിൽക്കും. ഹോയാൻ ഓൾഡ് ടൗണിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് ഈ കോക്കനട്ട് വില്ലേജ് വരുന്നത്. തുബോൺ റിവറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു എക്കോ ടൂറിസം സെറ്റപ്പാണിത്. ഇവിടുത്തെ ലോക്കൽസിന് ഇത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്, ഈ കൊറാക്കിൾ റൈഡും പിന്നെ അതിന് ചുറ്റിപ്പറ്റിയുള്ള കുറേ ആക്ടിവിറ്റീസും ഒക്കെ. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, കുറേ മെജോറിറ്റി ലേഡീസാണ് ഈ കൊറാക്കിൾ റൈഡ് ചെയ്യുന്നത്. ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ലേഡീസ്. ഈ രണ്ട് സൈഡിലും കാണുന്നതാണ് വാട്ടർ കോക്കനട്ട്. ഈ നാരോ പാസേജിലൂടെ നമ്മളിങ്ങനെ റൈഡ് ചെയ്ത് നേരെ പോകുന്നത് ഈ റിവറിൻ്റെ മെയിൻ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന ഒരു ഓപ്പൺ സ്പേസിലോട്ടാണ്. ഉണ്ട് യോ കണ്ട അഭിയാൻ എനിക്ക് യോ കാണിച്ച് യോ അടിപൊളിയല്ലേ? ഓ പൊളി. പക്ഷെ എനിക്ക് നമ്മുടെ ആലപ്പുഴയുടെ ഒരു ഫീല് വന്നു മറ്റേ ആ ബോട്ടൊക്കെ കണ്ടപ്പോട്ടാ. ഞാൻ മുന്നേ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെയാണ്. ഫിഷിങ്ങിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, പിന്നെ പോകുന്ന വഴിക്ക് കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ കരോക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ കയറി നിന്ന് നമുക്ക് പാട്ടൊക്കെ പാടാം. പിന്നെ നമ്മളിത് ഇതുപോലെ എടുത്തിട്ട് കറക്കും. അതും പെയ്ഡാണ്. എക്സ്ട്രാ നമ്മൾ കാശ് കൊടുത്തിട്ട് വേണം അവരുടെ ആ കൊറാക്കിളിലോട്ട് നമ്മൾ കയറണം. നമ്മൾ പോകുന്ന കൊറാക്കിളല്ല, അവരുടെ തന്നെ കൊറാക്കിളിൽ കയറിയിട്ടാണ് അവർ നമ്മളിങ്ങനെ ഇട്ട് കറക്കുന്നത്. പിന്നെ നേരത്തെ കണ്ട ആ പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളി ഹെവി ആയിട്ട് ഈ കൊറാക്കിളിൽ ഇങ്ങനെ കുറേ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്ന പോലെയാണ് കൊറാക്കിളിൽ ആ കറങ്ങുന്നതൊക്കെ. കണ്ട് നിൽക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലോണം പേടിയാവും, കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയും ആവും. പക്ഷെ അത് നല്ലൊരു ഫണ്ണായിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു. പുള്ളി തുഴഞ്ഞു മടുത്തു, അതുകൊണ്ട് രാഹുലിനോട് തുഴഞ്ഞോന്ന്. അങ്ങനെ രാഹുല് തുഴഞ്ഞ് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. ഒരേ സ്ഥലത്ത് നിന്ന് കറങ്ങുകയാണ്, തുഴയുമല്ല. വിഷ്ണു അവിടെ കറക്കുമോ? നമ്മൾ തുഴയുമ്പോൾ തനിയെ കറങ്ങും. അതായിരിക്കും പുള്ളി ഉദ്ദേശിച്ച കറക്കിത്തരാം. കറക്കിത്തരാം. അതെ, റൗണ്ട് കറങ്ങും. രാവിലെ പ്രോയായ വേണ്ട, എന്റെ കണ്ണിക്കുത്തല്ലേ, നീ കറങ്ങുക. അങ്ങനെ ഫണ്ണായിട്ടുള്ളൊരു കൊറാക്കിൾ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഹോയാൻ ഏൻഷ്യൻ വില്ലേജിലോട്ടാണ്. അത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് ശരിക്കും അടിപൊളി. ഇവിടെയാണോ താമസിക്കുന്നത്? ഓഫായോ? ഞാൻ ഇവിടെയാ താമസിക്കണേന്ന്. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ രാവിലത്തെ വ്യൂ കണ്ടു കാണുമല്ലോ. രാത്രി കാണാനും അതുപോലെ തന്നെ ഭംഗിയാണ്. ഈ ബിൽഡിങ്സിലൊക്കെ ലൈറ്റ് വരുമ്പോൾ സിറ്റി വ്യൂവും ഓഷൻ വ്യൂവും ഒക്കെ ആയിട്ട് നല്ല ഭയങ്കര രസമുള്ളൊരു വ്യൂ ആയിരുന്നു. ഇതിൻ്റെ റൂഫ് ടോപ്പിലാണ് സ്വിമ്മിംഗ് പൂള് പ്ലസ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് വരുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഈ സിറ്റി വ്യൂവും ഓഷൻ വ്യൂവും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അടിപൊളിയല്ലേ? ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങൾ ഹോട്ടലിൻ്റെ തന്നെ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ സീ ഫുഡും ഫ്രൈഡ് റൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ട്രൈ ചെയ്തത്. ഞങ്ങൾ പോയപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ക്ലോസിങ് ടൈമായി. അതുകൊണ്ട് എനിക്ക് അവിടെ ശരിക്കും ഒരു വാട്ടർ ഫൗണ്ടെയിനും പിന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവർ ഇങ്ങനെ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്ത് ക്ലോസ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ച ഫുഡ്. ഇതൊരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് ഫുഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലി സൈഡായിരുന്നു.
എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഹോയാൻ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.